morning devotion. I'm forever yours. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവം തന്നെ ജനത്തെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് വന്ന് ഒരു വലിയ സന്തോഷം ആർപ്പോടും കൂടി അവിടുന്ന് പുറത്തിറങ്ങി. പക്ഷേ അവരുടെ ആ സന്തോഷം അധികം നേരം നിന്നില്ല. ഒരു അല്പം മുമ്പോട്ട് പോയപ്പോ ചെങ്കടൽ മുമ്പിൽ വന്നു. ചെങ്കടൽ കണ്ടപ്പോ ആർത്തിരിക്കുന്ന ചെങ്കടല് ഒരു ഭയം എന്ന് പറയുന്നതിനപ്പുറത്ത് അവര് തിരിഞ്ഞു നോക്കിയപ്പോ ഫറവോന്റെ സൈന്യം പുറകെ വന്നു. അവരിതിന്റെ രണ്ടിന്റെ നടുവിൽ നിന്ന് പ്രയാസപ്പെടുമ്പോ അവർക്ക് ഈ ചെങ്കടലിനെ കുറിച്ച് വാർത്തയൊന്നുമില്ല. മോശയും ദൈവത്തെ നോക്കി നിലവിളിച്ചു നമ്മുടെ വചനത്തെ കാണാം. ജനമെല്ലാം മോശയെ നോക്കി നിലവിളിച്ചു, മോശ ദൈവത്തെ നോക്കി നിലവിളിച്ചു. ഇവിടെ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, വിഷയാസ്പദമായ നിലയിലുള്ള വാക്തത്വങ്ങളിൽ കൂടി നമ്മൾ കാത്തിരിക്കും. ഓരോ വിഷയങ്ങളോട് കർത്താവ് എന്താണ് ഇടപെട്ടത്, നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് എന്താ പറയുന്നത്, ഈ വിഷയത്തെക്കുറിച്ച് എന്താ പറയുന്നത്, ഈ കാര്യത്തിൽ എനിക്ക് ദൈവശബ്ദമൊന്നും കേൾക്കാൻ കഴിയുന്നില്ലല്ലോ. നമ്മൾ പലപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യം, എനിക്ക് അത്ഭുതമൊന്നും കാണാൻ പറ്റുന്നില്ല. പലപ്പോഴും നമ്മൾ ഭാരപ്പെടുന്ന ഒരു മേഖലയാണ്. ഇവിടെ നമ്മള് വ്യക്തമായ ഹൃദയം തുറന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പറയുക, നിങ്ങളെ പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശത്ത് കൊണ്ടുപോകാൻ ഞാൻ വന്നിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞതാണെങ്കിൽ, കൊണ്ടുപോകും എന്ന് പറഞ്ഞ വാക്കിനകത്ത് ആമൻ ഈ ചെങ്കടൽ വിഭാഗിക്കുന്നതുമുണ്ട്, മാറയെ മധുരമാക്കുന്നതുമുണ്ട്, പാറയെ പിളർന്ന് വെള്ളം തരുന്നതുമുണ്ട്, കിഴക്കൻ കാറ്റടുപ്പിച്ച് കാടപ്പക്ഷിയെ തരുന്നതുമുണ്ട്, രാവിലെ തോറും മഞ്ഞിനകത്ത് പൊഴിഞ്ഞ മന്ന കൊടുക്കുന്നതുമുണ്ട്. അവരുടെ യാത്രയിൽ എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും ആ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ വാക്കിനകത്തുണ്ട്, നിങ്ങളെ എത്തിക്കുമെന്ന് പറഞ്ഞ വാക്കിനകത്തുണ്ട്. നമുക്ക് ദൈവം തന്ന ദർശനമില്ലേ, ആ ദർശനത്തിനകത്ത്, ആ ദർശനത്തിൽ എത്തുമ്പോഴും നമുക്ക് ആവശ്യമായ സകല പ്രൊവിഷനും ആ ദർശനത്തിനകത്ത് പറഞ്ഞിരിക്കുന്നു. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? നമ്മള് അവിടെ ജനം ഒരുമിച്ച് ചിന്തിക്കുക, നമുക്ക് പുറകോട്ട് പോകാം, ഇസ്രായേലിലേക്ക് പോകാം. അവർ പുറകോട്ട് പോകാൻ ചിന്തിക്കുക. കർത്താവ് അവരോട് പറഞ്ഞ കാര്യം, മോശേ നീ ജനത്തോട് പറ, മുന്നോട്ട് പോകാൻ പറ. ഇന്നലകളിലെ പോലെ ചിന്തിച്ചവര് നിരാശപ്പെട്ടിരിക്കാനല്ല, മുന്നോട്ട് പോകാൻ പറ. ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്നലകളിലെ ജീവിതമായിരുന്നു എനിക്ക് നല്ലത്, ഇന്ന് വലിയ പ്രയാസത്തിലാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇന്നലെ എന്റെ തീരുമാനം തെറ്റിപ്പോയി, അതിന്റെ പ്രശ്നം ഞാൻ ഇപ്പോഴും അനുഭവിക്കുക. മറക്കുക, അതിനെ മറക്കുക, മുന്നോട്ട് പോവുക. ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ നിങ്ങളോട് കർത്താവ് പറഞ്ഞ വാഗ്ദത്തമില്ലേ, ആമേൻ, അവനെ വിശ്വസിക്കുന്നവർ നശിച്ചു പോകത്തില്ല എന്ന്. ആ നശിച്ചു പോകത്തില്ല എന്നൊരൊറ്റ വാക്കിനകത്ത് നിങ്ങളുടെ സൗഖ്യമുണ്ട്, നിങ്ങളുടെ സമൃദ്ധിയുണ്ട്, നിങ്ങളുടെ സാമ്പത്തിക വിടുതലുണ്ട്, നിങ്ങളുടെ അനുഗ്രഹമുണ്ട്, സകലതും, നിങ്ങളുടെ ജയമുണ്ട്, എല്ലാം അതിനകത്തുണ്ട്. അത് കണ്ട്, അത് വിശ്വസിച്ച്, അതിനെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഗാഡ് ബ്ലസ് യു. ആമേൻ.